വന്നതെല്ലാം വന്നു. അതെല്ലാം ദൈവനിശ്ചയമാണെന്ന് വിചാരിച്ച് സഹിക്കുമോ? സഹിക്കാനൊക്കെ ഉണ്ടേ മോനെ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു കർത്താവേ? ഞങ്ങൾക്ക് ഇനി ആരാവുള്ളത്? ഞാൻ ഈ പെങ്കൊച്ചനെയും വെച്ച് എന്ത് ചെയ്യും? അമ്മേ, സ്റ്റീഫന്റെ പെട്ടിയാണ് ഇത്. അമ്മിണിക്ക് തരാനായി സ്റ്റീഫൻ പ്രത്യേകം വാങ്ങി വെച്ചതാണ്. അമ്മിണി, അമ്മിണി, അമ്മിണിക്ക് അച്ചാച്ചനില്ലാത്ത കുറവ് ഒരിക്കലും വരില്ല. അമ്മിണിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കരുത്. അമ്മിണിയുടെ അച്ചാച്ചൻ തന്നെയാണ് പറയുന്നതെന്ന് വിചാരിക്കൂ. അമ്മിണിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നീ പഠിച്ചവളല്ലേ? ഇത്ര തന്റേടമില്ലാതായി പോയല്ലോ. പിന്നെ അമ്മ ആരാണ് സമാധാനിപ്പിക്കുന്നത്? ശരി, ഞാൻ പോയിട്ട് വരാം. നീ ഇന്ന് പോണ്ട മോൻ. നീ വന്ന് കയറിയപ്പോൾ എന്റെ മോൻ വന്നെന്ന് തോന്നിപ്പോയി. ഞാനും അമ്മയുടെ മോൻ തന്നെയാണെന്ന് വിശ്വസിക്കൂ. അവധി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തീർച്ചയായും വരാം. നീ വന്നപ്പോൾ എന്റെ ഉള്ളൊന്ന് തണുത്തു, മനസ്സിന് സമാധാനമുണ്ടായി. ഇത്രയും നാളായി ഞാൻ തീ തിന്നുകയായിരുന്നു മോനെ. കഴിഞ്ഞതിനെ പറ്റി എല്ലാം വിചാരിച്ച് ദുഃഖിച്ചത് കൊണ്ട് എന്തു ഫലം? സമാധാനമായിരിക്കും അമ്മ. ഞാൻ വരട്ടെ. അച്ചാച്ചന്റെ ആ സംഭവം അറിഞ്ഞ പിന്നെ അമ്മച്ചി തലപ്പൊക്കുന്നത് ഇന്നാണ്. ഞാനൊന്ന് പോകുന്നില്ല അമ്മേ. മോളെ, കാപ്പി ഉണ്ടാക്കി കൊടുക്ക, കുടിക്കാൻ വെള്ളവും. മോൻ ഇതെല്ലാം മാറി ഒന്ന് കുടിക്ക. ഇന്നാണ് മോനെ ഞാൻ വല്ലതും കഴിച്ചത്. ഞാനിരിക്കുന്നത് ഈ പെണ്ണിനെ ചൊല്ലിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒക്കെ ഈ ലോകത്ത് നടക്കുമോ അമ്മച്ചി? അവൻ എന്തൊക്കെ മോഹങ്ങൾ എഴുതിയിരുന്നു. വീട് നന്നാക്കണം, പെങ്ങളുടെ കല്യാണം നടത്തണം. അമ്മച്ചി അതിനെപ്പറ്റിയൊക്കെ വിചാരിക്കാതെ കിടന്നുറങ്ങും. ഇല്ല മോനെ, ഇല്ല, ഞാൻ ഓർമ്മിക്കുന്നില്ല. നിന്നെ കണ്ടപ്പോൾ അവന്റെ എഴുത്തിനെ കുറിച്ച്. മോളെ, അതൊന്ന് എടുത്തു കൊടുക്ക. മുമ്പ് കിടന്നു ഉറങ്ങ. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ. ആട്ടെ അമ്മച്ചി. മോനെ, അവസാന കാലത്ത് നീ അവന്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്റെ മടിയിൽ കിടന്നാണ് അമ്മേ സ്റ്റീഫൻ മരിച്ചത്. കർത്താവേ, അമ്മയും പെങ്ങളെയും ചൊല്ലി വേവലാതിപ്പെട്ടോ കുഞ്ഞ്. നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ്. ആ മനസ്സമാധാനത്തോടെയാണ് സ്റ്റീഫൻ. മതി മോനെ, മതി. മോൻ പോയി കിടന്നു ഉറങ്ങിക്കോ. അമ്മ സമാധാനമായി ഉറങ്ങും. അച്ചാച്ചന്റെ എഴുത്ത്. എന്റെ പൊന്നു പെങ്ങളെ, അച്ചാച്ചനും അച്ചാച്ചന്റെ ഒരു കൂട്ടുകാരനും കൂടി അവധിക്ക് വരും. തങ്കച്ചൻ എന്നാ പേര്. വളരെ നല്ലവനാ. നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടോന്ന് നോക്ക്. എന്നാൽ ഈ അവധിക്ക് തന്നെ നടത്താം. അച്ചാച്ചനും അയാൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. മോനെ, അമ്മച്ചോടും ഞങ്ങളെ കുറിച്ച് എല്ലാം പറയും. ശരി അമ്മേ. എന്നാ മോൻ പോയേച്ചു. ഞാൻ വരട്ടെ അമ്മണി. അമ്മിണിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അടുത്ത് തന്നെ വരാം. എന്നാൽ ഈ അവധിക്ക് തന്നെ, അല്ലെങ്കിൽ എനിക്ക് എഴുതണം. ഞാൻ തുറന്നു പറഞ്ഞുകൊള്ളൂ. എന്തു തന്നെയായാലും മടിക്കണ്ട. ഞാൻ എഴുതുകയില്ല. അപ്പൊ ഞാൻ വരട്ടെ അമ്മണി. ഇവനാണ് സാധനം. അസൽ അലുവാക്കോട്ട് ആർക്കും നോക്കി വാങ്ങിക്കാം. ഇതെനിക്ക് വിൽക്കണമെന്നില്ല. ഇതെനിക്ക് മേലുദ്യോഗം കിട്ടാൻ പോകുന്നുണ്ട്. വിൽക്കാണ് ചുരുങ്ങിയ വില. കോഴിക്കോടിന്റെ
നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ സൗകര്യമില്ല. ഞങ്ങൾ പോലീസുകാരാണ്. എന്നാ നിങ്ങൾക്കാണ് ഇത് ആവശ്യം. നിങ്ങൾക്കാണെങ്കിൽ തന്റെ വ്യാപാരം എനിക്കൊരു വാറണ്ട് ഉണ്ട്. വരണം 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 വരണം. എനിക്ക് റെയിൽവേന്ന് ഒരു വാറണ്ട് വരാനുണ്ട്. ഇതിപ്പോൾ അറസ്റ്റ് വാറണ്ടാണ്. എടാ നമുക്കിട്ടും വെച്ചോടാ അറസ്റ്റ്. പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടി നിന്ന് താനിവിടെ അങ്ങനെ വിലതി അടയ്ക്കണം അല്ലേ? അടയ്ക്കോ? അപ്പോഴേ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യരുത്. എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തി അറസ്റ്റ് ചെയ്തോളൂ. കൂടാതെ എന്നെ പിടിച്ചോണ്ട് പോവാണെങ്കിൽ വൃത്തിയായിട്ട് തല്ലണം കേട്ടോ. തല്ലിക്കോളൂ അവൻ. എടാ ബോംബെ വിമാനം പാരച്ചൂട്ടേ, നീ അപ്പൊ ഒളിച്ചു വന്നാണല്ലേ? അങ്ങനത്തെ നടക്കടോ. ഇവന്റെ പെടല് തല്ലി ഓടിക്കണം. പെടല് നടക്കടോ. നീ തിരിച്ചു വരുമ്പോ നിന്റെ മഡ്ഗാടി ഞാൻ എടുത്തോളാം. ഓടാ സൈക്കിള് ഞമ്മളോട് കാണിച്ചതിന് പടച്ചവനയാൾക്ക് കൊടുത്തത് കണ്ടാ. അയാളിപ്പോ നിങ്ങളെ പട്ടാളത്തിൽ ചേർത്തിരുന്നെങ്കിലോ? അപ്പൊ നമ്മളെ പിടിക്കാൻ ഏടുകോൺസ്റ്റോള് വരും. പടച്ചോ രക്ഷിച്ചു. കതിശോ, ഇതൊക്കെ ആണെങ്കിലും നീ സ്നേഹമുള്ളോളാം. നീ ഇല്ലെങ്കിൽ നമ്മ മയ്യത്തായി പോയ. സ്റ്റീഫനോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ അമ്മിണിയെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ കല്യാണം കഴിച്ച് കണ്ടാ മതിയെങ്കിലേ നിന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടത്തുള്ളൂ. ഈ അവധിക്ക് തന്നെ നടത്തണോ അമ്മേ? സ്റ്റീഫൻ മരണപ്പെട്ടിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. ഉടനെ ആയാൽ ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് പറഞ്ഞാൽ നമുക്കെന്തമ്മേ? ഒരിക്കൽ ആളുകൾ പറഞ്ഞത് ചെവി കൊടുത്തിട്ടല്ലേ മാലാഖ പോലെ ഇരുന്ന ഒരു പെണ്ണിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചത്. അമ്മേ, ഞാനൊരു പട്ടാളക്കാരനല്ലേ? ഇനി പോയാൽ വല്ലതുമൊക്കെ പറയാതെടാ. നിനക്ക് എന്തൊക്കെയായി തോന്നുന്നു? കർത്താവേ, മോളെ നീ എന്തിനായി കരയുന്നേ? ഞാൻ തങ്കമ്മ ചേച്ചി ഓർത്തതാ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? നാളെ അതിനിടയാകരുതെന്ന് കരുതിയാണ് നിന്റെ കഴുത്തിൽ മിന്നു കിട്ടുന്നതിന് മുമ്പ് ആ രഹസ്യം നിന്നോട് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ സൗകര്യം ഒന്ന് കാണിച്ചു തരും. എന്തിന്? മറ്റേ ആർക്കും അവകാശപ്പെട്ടത് ഞാൻ കൈയടക്കുകയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതിന് ഇന്ന് എന്റെ ഹൃദയത്തിന് അവകാശികൾ ആരുമില്ല. അവിടം ശൂന്യമാണ്. ഒരുമിച്ച് കൂടുകെട്ടി പാർക്കാൻ 2 കുരുവിക്കുഞ്ഞുങ്ങൾ ആശിച്ചിരുന്നു. ഒരു കൊടുങ്കാറ്റിൽ അത് തകർന്നുപോയി. പെൺകുരുവി പറന്നും പോയി. കവിയാണല്ലോ. എന്താ, പട്ടാളക്കാർക്ക് കവിത വരില്ലേ? ഞാനൊന്ന് പറഞ്ഞാൽ കേൾക്കുമോ? എന്നോട് പിണങ്ങുകയില്ലല്ലോ. എന്താ പറയൂ. ആ തങ്കമ്മയെ പോയി കാണണം. നമ്മുടെ കല്യാണത്തിന് വരാൻ പറയണം. അവളെ ഇനിയും വേദനിപ്പിക്കാനായിട്ടോ? അല്ല, എനിക്ക് മാപ്പ് ചോദിക്കാനാണ്. മാപ്പ് ചോദിക്കണം. തങ്കച്ച, കേറി വരൂ തങ്കച്ച. ഇരിക്കു തങ്കച്ച. ഡാനി, നല്ലൊരു ചായ കൊണ്ടുവന്നേ. തങ്കമ്മ അന്വേഷിച്ച് ഞാൻ ആ പഴയ വീട്ടിൽ പോയിരുന്നു. എന്താ വിശേഷം? തങ്കമ്മയുടെ ഭർത്താവില്ലേ ഇവിടെ? ഒരു കൊലക്കേസിൽ പ്രതിയായി ഇപ്പൊ ജയിലിലാണ്. നീ എന്തൊക്കെ സഹിച്ചു തങ്കമ്മേ? ഞാൻ എത്ര വേദന സഹിക്കാനും പഠിച്ചു കഴിഞ്ഞു തങ്കച്ച. ചായ കുടിച്ച അമ്മച്ചിക്കും മോളിക്കും സുഖം തന്നെയല്ലേ? അതെ. അവരെല്ലാം എന്നെ മറന്നു കാണും. ഞാൻ എങ്ങനെ ഒരു ചായക്കടക്കാരിയായെന്ന് എന്തേ തങ്കച്ചൻ ചോദിക്കാതെ? മരിക്കാൻ കഴിഞ്ഞില്ല തങ്കച്ചൻ. ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതാരാണെന്ന് അറിയോ? തങ്കമ്മയുടെ മകനല്ലേ? ഇവന്റെ പേരെന്താ? അവന്റെ അടുത്തിനെ ചോദിച്ചു. മോന്റെ പേരെന്താണ്? തങ്കമ്മേ, ഞാൻ വന്നത് അടുത്ത തിങ്കളാഴ്ച എന്റെ കല്യാണമാണ്. നന്നായി തങ്കച്ച. ഏതാണ് പെണ്ണ്? പട്ടാളത്തിലുണ്ടായിരുന്ന എന്റെ ഒരു കൂട്ടുകാരന്റെ സഹോദരി. തങ്കമ്മ തീർച്ചയായും വരണം. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ വരും. ഞാൻ വരട്ടെ തങ്കമ്മേ.
നീ നഗ്നനായിരുന്നാലും അവളെ ഉടുപ്പിക്കുക. വാ വന്നേ ചേച്ചി, ഞാൻ വരട്ടെ. അമ്മണി, ഇതാണ് തങ്കമ്മ. തങ്കച്ചന്റെ പെണ്ണെ ഞാനും നന്നായിട്ട് കാണട്ടെ. അമ്മണി ഒരു മാലാഹ തന്നെ തങ്കച്ച. വരും, വീട്ടിലേക്ക് പോവാം. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോണം. നാളെ പോകാൻ തങ്കമ്മ. മോനെ തനിച്ചാക്കിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പോണം. ഞങ്ങൾ വരട്ടെ. പിതാവേ, അവർക്ക് നന്മ വരുത്തേണമേ. അവരുടെ ജീവിതം എന്നുമെന്നും സമാധാനമായിരിക്കണമേ. സാധാരണ ഇരുന്നാണോ ഉറങ്ങാറ് പതിവ്? പിതാവേ, അവർക്ക് നന്മ വരുത്തേണമേ. അവരുടെ ജീവിതം എന്നുമെന്നും സമാധാനമായിരിക്കണമേ. ഇങ്ങോട്ട് നോക്കൂ, ആ മുഖം നല്ലപോലെ ഒന്ന് കാണട്ടെ. സാറിനൊരു കമ്പിയുണ്ട്. എന്തത്? വേണ്ട, പോകണ്ട. അവധി കഴിഞ്ഞില്ലല്ലോ. പോയില്ലെങ്കിൽ? പോയേ പറ്റുമോ മണി? നാളെ വെളുപ്പിന് തന്നെ എനിക്ക് പോകണം. നാളെ തന്നെയോ? വിചാരിച്ചാൽ പോകാതിരിക്കാൻ പറ്റുകയില്ലേ? അമ്മണി, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ. ഞാനൊരു പട്ടാളക്കാരനല്ലേ? നിന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിനെയും ഞാൻ ഇഷ്ടപ്പെടണ്ടേ? അതെന്റെ കടമയല്ലേ? ഇത്ര വേഗം എന്നെ വിട്ടേച്ച്? ഇത് യുദ്ധസമയമല്ലേ? ഒരു പട്ടാളക്കാരൻ എപ്പോഴും ഉഷാറായിരിക്കേണ്ട അവസരമല്ലേ ഇത്? ഞാൻ ജനുവരിയിൽ തിരിച്ചു വരും. ഇനി 6-7 മാസമല്ലേ ഉള്ളൂ. ഞാനും വരും. മണ്ടിപ്പെണ്ണെ, യുദ്ധരംഗത്തേക്ക്. അയ്യോ, അങ്ങോട്ടാണോ? എന്റെ അമ്മണി കരയാതിരിക്കും. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ നീ അവിടെ ചെന്ന് എന്തൊക്കെയാ കഴിക്കുക? അവിടെ ചെന്നാലോ? പൊട്ടറ്റോ, പൂരി, ചപ്പാത്തി, മുട്ട, പാല്, ഇറച്ചി, സൂപ്പ്, പിന്നെ ബടഖാനയ്ക്ക് ബിരിയാണി. പിന്നെ ഇന്ന് തന്നെ അമ്മയ്ക്ക് എഴുത്തയക്കണം. മറന്നുപോരുക. പെട്ടിയെല്ലാം അയച്ചോ? ഓ, അയച്ചു. ഞാൻ വരട്ടെ അമ്മച്ചി. പോയേച്ചു വാ മോനെ.